ഹായ് ഓൾ 2026 ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാമിനേഷന് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചോദ്യമുണ്ട്, അവരുടെ മത്സരത്തിന്റെ ലെവൽ എത്തരത്തിലാണെന്നുള്ളത്. അതിൽ തന്നെ ജൂൺ മാസത്തിൽ വരുന്ന എക്സാമിനേഷന്റെ മത്സരത്തിന്റെ ലെവലാണ് നോക്കുന്നത്. അതിൽ എത്രത്തോളമാണ് മത്സരത്തിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് അസസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് അതിന്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ്? ഇവിടെ നമ്മുടെ മുമ്പുള്ള എക്സാമിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മൊത്തം വന്നിരിക്കുന്ന അപേക്ഷകളുടെ എണ്ണം 6235 അപേക്ഷകളായിരുന്നു വന്നത്. എന്നാൽ അപേക്ഷകൾ നിരസിച്ച ശേഷം ബാക്കി നിലനിൽക്കുന്നത് 4556 വേക്കൻസികളാണ് നിലവിലുള്ളത്. അതായത് ഒരു വലിയ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ കൺഫർമേഷൻ നൽകാത്തതിന്റെ പേരിലോ മറ്റെന്തോ കാരണത്താൽ കേരള PSC അവരെ റിജക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിലവിലെ കോമ്പറ്റീഷൻ ലെവൽ ഈ ഒരു എക്സാമിനേഷനായിട്ട് വരുന്നത് 4556 ആണ്. എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 9/6/2026 ഇനി അടുത്തതായിട്ട് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണിത്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് മൊത്തം വന്ന അപേക്ഷകളുടെ എണ്ണം 1251 എണ്ണം മാത്രമായിരുന്നു. അതിൽ ആപ്ലിക്കേഷൻ നിരസിച്ച ശേഷം നിലനിൽക്കുന്നത് 1083 വേക്കൻസികളാണ്. ഇനിയും ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്ന് പറഞ്ഞ തസ്തികയാണ്. ഇത് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലേക്കാണ്. 1149 അപേക്ഷകൾ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നു. ബാക്കിയുള്ളത് 1006 അപേക്ഷകൾ മാത്രമാണ്. 143 അപേക്ഷകൾ ഇവിടെ നിരസിച്ചതായിട്ട് കാണാൻ കഴിയും. ഇനിയും ഇലക്ട്രീഷ്യൻ കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. ഇവിടെ 3236 വേക്കൻസികളുണ്ട്. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് 2691 വേക്കൻസികളാണ് ബാക്കി നിൽക്കുന്നത്. 545 വേക്കൻസികൾ അപേക്ഷകൾ നിരസിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് ഇലക്ട്രീഷ്യൻ ആണ്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അത് കോഴിക്കോട്, കണ്ണൂർ 2 ജില്ലകളിലായിട്ട് വിളിച്ചിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിലേക്ക് കേവലം 449 പേര് മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. കോഴിക്കോട്ടേക്ക് 1291 പേരും അപേക്ഷിച്ചു. ഇനിയും അവിടെ ബാക്കി നിൽക്കുന്ന അപേക്ഷകള് കോഴിക്കോട്ട് 1095 വേക്കൻസികളും കണ്ണൂര് 393 വേക്കൻസികളുമാണ് ബാക്കി നിൽക്കുന്നത്. ഇനി അടുത്തത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് മൊത്തം 90 പേര് അപേക്ഷിച്ചു. ബാക്കി നിൽക്കുന്നത് 82 അപേക്ഷകൾ മാത്രമാണ്. ഈ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും പോസ്റ്റുകളിലേക്കുമുള്ള എക്സാമിനേഷൻ നടത്തുന്ന തീയതി എന്ന് പറഞ്ഞാൽ 10/6/2026 ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞ 5 പോസ്റ്റുകളിലേക്കും 10/6/2026 ഒറ്റ എക്സാം ആയിരിക്കും നടക്കുന്നത്. അടുത്തതായിട്ട് PWDയിലേക്ക് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലൈൻമാൻ എന്നൊരു തസ്തിക വിളിച്ചിരുന്നു. ഇത് ജില്ലാ അടിസ്ഥാനത്തിൽ വിളിച്ച തസ്തികയാണ്. ഈ ഒരു തസ്തികയിലെ മത്സരത്തിന്റെ കോമ്പറ്റീഷൻ ലെവലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലേക്ക് മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 2103 പേരായിരുന്നു. അതിൽ നിന്ന് 570 പേരുടെ ആപ്ലിക്കേഷൻ PSC റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇടുക്കിയിലേക്ക് മൊത്തമുള്ള ആപ്ലിക്കൻസ് നിലവിൽ നിൽക്കുന്നത് 835 ആണ്. 1027 പേര് അപേക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് 192 പേരുടെ അപേക്ഷ റിജക്ട് ചെയ്തു. മലപ്പുറം ജില്ലയിലേക്ക് 1840 പേര് അപേക്ഷിക്കുകയും 1450 പേരുടെ അപേക്ഷകൾ നിലനിൽക്കുകയും 390 പേരുടെ അപേക്ഷകൾ റിജക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട്ട് നിന്ന് 1551 പേരുടെ അപേക്ഷ വരികയും 315 പേരുടെ അപേക്ഷ റിജക്ട് ചെയ്ത് ബാക്കി 1236 പേരുടെ അപേക്ഷ നിലനിൽക്കുന്നു. അടുത്തായിട്ട് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ 736 പേര് മൊത്തം അപേക്ഷിക്കുകയും 127 പേരുടെ അപേക്ഷ റിജക്ട് ചെയ്യുകയും 609 പേരുടെ അപേക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത്രയും പോസ്റ്റുകളുടെ എക്സാമിനേഷന് വേണ്ടി കേരള PSC നീക്കി വെച്ചിരിക്കുന്ന തീയതി 10/6/2026 തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന്റെ മത്സരത്തിന്റെ കോമ്പറ്റീഷൻ ലെവൽ നമ്മൾ കണ്ടു. അതായത് വ്യത്യസ്ത എക്സാമിനേഷനുകൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ജനറൽ PSC ആയിട്ട് വേണം അസസ് ചെയ്യാൻ. ജനറൽ PSC എക്സാമിനേഷൻ ഒരു വേക്കൻസിക്ക് വേണ്ടി ചിലപ്പോൾ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ 2 പോസ്റ്റുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കുന്നത്. ഇവിടെ ആയിരങ്ങളോ നൂറുകളോ ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ചില പോസ്റ്റുകളിൽ 800-ഉം ചില പോസ്റ്റുകളിൽ 400-ഉം ചിലതിൽ 80 പേര് പോലും അപേക്ഷിച്ച തസ്തികൾ നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് പഠിക്കുകയാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ പോലും കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റുകളിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. ഒറ്റ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായി ഫോക്കസ് കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്കെല്ലാം ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത്രയധികം വേക്കൻസികളുണ്ട്. ഒരാൾക്ക് എല്ലാ പോസ്റ്റിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റുകളുടെ
ഫസ്റ്റ് റാങ്കുകൾ തന്നെ എടുത്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു പോസ്റ്റുകളിലേക്ക് എത്താനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഒരാൾ തന്നെ എല്ലാത്തിലും ഒന്നാം റാങ്കിൽ വന്നാൽ അവർക്ക് ഈ എല്ലാ ജോലിയിലും കയറാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ബാക്ക്ലോഗ് ആയിട്ട് വരും. അവിടെ എല്ലാം നിയമന സാധ്യതയുണ്ട്. ഈ ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യണമെന്ന് ആദ്യം മുതൽ നമ്മൾ പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പോൾ ഇതിനുള്ള അവസരം നമുക്ക് വളരെയധികം കിട്ടും. ഒന്നല്ലെങ്കിൽ മറ്റൊരു ജോലി നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ പഠനം നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോവുക. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ കോഴ്സുകളെല്ലാം കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കോഴ്സ് നൽകുന്നത്. ഒറ്റ പഠനത്തിലൂടെ തന്നെ നമുക്ക് എല്ലാ പോസ്റ്റുകൾക്കും വേണ്ടി ഒരു എക്സാമിനേഷനിലൂടെ തന്നെ, ഒന്നോ അല്ലെങ്കിൽ 2 എക്സാമിനേഷനിലൂടെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും. ഇടം പിടിച്ചാൽ നമുക്ക് ജോലി കിട്ടുമെന്ന കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഡേറ്റയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളുമായി ഇപ്പോൾ തന്നെ മുമ്പോട്ട് പോവുക. അതിനായിട്ടുള്ള ക്രാഷ് ബാച്ച് ആണ് ഏണസ്റ്റ് അക്കാഡമിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സാം ഡേറ്റ് 10/6/2026 ആണെന്നുള്ള ഓർമ്മയിൽ തന്നെ പഠിക്കുക. മുൻവർഷ ചോദ്യ പേപ്പറുകളും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യനുകളും ഒക്കെ ചെയ്ത് ഇനിയുള്ള സമയത്തെ സ്മാർട്ട് വർക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് കോഴ്സ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.